ഞാൻ പറയട്ടെ, ജീവിതത്തിൽ ബറക്കത്ത് വേണം. നമ്മൾ എപ്പോഴും ദുആ ചെയ്യും, പടച്ചോനെ ബറക്കത്ത് താ അല്ലാഹ്, ബറക്കത്ത് താ അല്ലാഹ്, ബറക്കത്ത് താ അല്ലാഹ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊക്കെ ദുആ ചെയ്യും, പടച്ചോനെ ഞങ്ങളുടെ സമ്പത്തിൽ ബറക്കത്ത് താ അല്ലാഹ്, ഞങ്ങളുടെ ഭാര്യമാരിൽ ബറക്കത്ത് താ അല്ലാഹ്, ഞങ്ങളുടെ മക്കളിൽ ബറക്കത്ത് താ അല്ലാഹ് എന്ന് പറഞ്ഞിട്ട് ഞാനും നിങ്ങളൊക്കെ പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യും. ബറക്കത്ത് വേണം. ഞാൻ പറയണ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം നിസ്കരിക്കണം. നിസ്കരിക്കോ? അതിനു മുമ്പ് എന്ത് ചെയ്യണം? ആദ്യമേ ഫർള് നിസ്കരിക്കണം. അല്ലാഹു ഈമാൻ നൽകട്ടെ. ജീവിതത്തിൽ ബറക്കത്ത് വേണമെങ്കിൽ ഞാൻ പറയണ ഈ 2 റക്അത്ത് നിസ്കാരം നിസ്കരിക്കണം. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ഏതാ ആരെങ്കിലും ഒരാൾ എന്റെ പ്രിയപ്പെട്ടവരെ ളുഹാ നിസ്കരിച്ചാൽ അൽഹംദുലില്ലാഹ്, പടച്ചവനെ ജീവിതത്തിൽ അല്ലാഹു ബറക്കത്ത് നൽകുന്നതോ, ബറക്കത്ത് നൽകുന്നതോ, ഇസ്സത്ത് നൽകുന്നതാ. ളുഹാ നിസ്കാരം ആരെങ്കിലും നിസ്കരിച്ചാൽ അവനിക്ക് അല്ലാഹു ദാരിദ്ര്യം തരില്ല, ബറക്കത്ത് നൽകുമെന്ന് മഹാന്മാരാകുന്ന പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു. ഞാൻ ചോദിക്കട്ടെ, ളുഹ നിസ്കരിക്കണവരുണ്ടെങ്കിൽ ഒന്ന് കൈമുക്കിയ ളുഹറല്ല ഉണ്ടോ? ളുഹ അൽഹംദുലില്ലാഹ് സ്ഥിരം നിസ്കരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൈപൊക്കോ. ളുഹാ നിസ്കാരം സ്ഥിരം നിസ്കരിക്കണവര് ഉണ്ടോ? ഉള്ളതാണ്. പടച്ചോൻ കുപ്പിയിലിട്ട് നരകത്തി വിടും. സ്ഥിരം നിസ്കരിക്കണവര്, സ്ഥിരം ളുഹാ എല്ലാ ദിവസവും ളുഹാ നിസ്കരിക്കണവര് 1 ആൾ, 2 ആൾ, 3 ആൾ, 4 ആൾ പൊക്കിക്കപ്പ ഉണ്ടോ? ഇന്നുണ്ടോ? 5 ആൾ. അല്ലാഹു ബറക്കത്ത് നൽകും. എന്തേ? ളുഹാ നിസ്കരിക്കണവർക്ക് അല്ലാഹു ബറക്കത്ത് നൽകുമെന്ന് മഹാന്മാരാകുന്ന പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, പടച്ചവന്റെ പരലോകത്ത് തലയെടുപ്പുള്ള 2 വിഭാഗമുണ്ട്. ആരാ? അള്ളാഹുവിന്റെ കോടതിയിൽ തലയെടുപ്പുള്ള 2 വിഭാഗമുണ്ട്. ആശിഖ്ദാരിമിയും പള്ളിയിലെ ഖത്തീബും പ്രസിഡന്റും ഹക്കീമും കമ്മിറ്റിക്കാരും ഒക്കെ ഇങ്ങനെ തലകുനിച്ച് നിൽക്കുമ്പോ 2 വിഭാഗം ആളുകൾ പടച്ചവന്റെ പരലോകത്ത് തലയെടുപ്പോടുകൂടി കടന്നു വരും. ആരാ? ആദരവാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങളുടെ പ്രിയമുള്ളവരെ പറയുകയാണ്, പടച്ചവന്റെ പരലോകത്തിന്റെ പ്രിയപ്പെട്ടവരെ തലയെടുപ്പോടുകൂടി കടന്നു വരുന്ന 2 വിഭാഗമുണ്ട് മോനെ. അതിലൊന്നാമത്തെ വിഭാഗമാരോ എല്ലാവരും എന്റെ പ്രിയപ്പെട്ടവരെ പടച്ചവന്റെ പരലോകത്തേക്ക് കടന്നു ചെല്ലുമല്ലോ. കൊരങ്ങന്റെ രൂപത്തിലു, കഴുകന്റെ രൂപത്തിലു, കഴുതയുടെ രൂപത്തിലു, കൈയില്ലാതെ കാലില്ലാതെ മോശത്തരം എന്റെ പ്രിയപ്പെട്ടവരെ ചെയ്തവരെല്ലാം പടച്ചവന്റെ പരലോകത്തേക്ക് കടന്നു ചെല്ലുകയാണ്. സ്വർഗം കിട്ടുമോ? നരകം കിട്ടുമോ? അദാബ് കിട്ടുമോ? നന്മ കിട്ടുമോ? ഹൗദുൽ കൗസർ കിട്ടുമോ എന്ന് പറഞ്ഞുകൊണ്ട് പടച്ചവന്റെ പരലോകത്തിന്റെ പ്രിയപ്പെട്ടവരെ പേടിച്ച് വിറങ്ങലിച്ചുകൊണ്ട് ചെമ്മിന്റെ തറയിൽ എന്റെ പ്രിയപ്പെട്ടവരെ നിൽക്കുമ്പോ, അല്ലാഹുവേ സൂര്യന്റെ കീഴില് വിയർത്തൊലിച്ചുകൊണ്ട് നഗ്നരായി നിൽക്കുമ്പോ, അല്ലാഹുവേ 2 പേരെന്റെ പ്രിയപ്പെട്ടവരെ കടന്നു വരികയാണ്. അവരാരെന്നറിയോ? അവരുടെ പെടലിന്റെ പ്രിയപ്പെട്ടവരെ ഇസ്സത്തോടെ തലയെടുപ്പോട് കൂടെ നിൽക്കുകയാണ്. അവരുടെ മുഖമുണ്ടല്ലോ പ്രകാശിച്ചിരിക്കുകയാണ്. നമ്മളെന്റെ പ്രിയപ്പെട്ടവരെ മലായിക്കത്തുകളോട് ചോദിക്കുകയാണ്, അതാരാണ് അല്ലാഹ്? ഉടൻ തന്നെ എന്നെ പ്രിയപ്പെട്ടവരെ മലക്കുകളതാ പറയുകയാണ്, നമസ്കരിക്കുന്നവനെ പ്രിയപ്പെട്ടവരെ പടച്ചവന്റെ പരലോകത്ത് തലയെടുപ്പോടെ ഇസ്സത്തോടെ റാഹത്തോടെ പ്രകാശിച്ചുകൊണ്ട് കടന്നു വരുന്നതോ. രണ്ടാമത്തെ വിഭാഗമാരെന്നറിയോ? പള്ളിയിലെ മുഅദ്ദിൻ ഉസ്താദാണ് പ്രിയപ്പെട്ടവരെ. 25,000-നും 20,000-നും 15,000-നും 10,000-നും 5,000-നും 2,000-നും 3,000-നും എന്റെ പ്രിയപ്പെട്ടവരെ ജോലി ചെയ്യുന്ന പാവപ്പെട്ട മുഅദ്ദിൻ ഉസ്താദുമാരാ. അല്ലാഹുവേ, നമ്മൾ മുല്ലാഖ എന്ന് വിളിച്ച് കളിയാക്കിയ മുഅദ്ദിൻ ഉസ്താദുണ്ടല്ലോ, ബാങ്ക് വിളിക്കുന്ന ചങ്ങാതി എന്ന് പറഞ്ഞുകൊണ്ട് കളിയാക്കുന്ന മോനെ, നീയതോ പടച്ചവന്റെ പരലോകത്തിന്റെ പ്രിയപ്പെട്ടവരെ തലകുനിച്ച് നിൽക്കേണ്ടി വരുന്നതാ. ആ സമയത്ത് പള്ളിയിൽ ബാങ്ക് വിളിക്കുന്ന ഉസ്താദുണ്ടല്ലോ, കടന്നു വരുന്നതെങ്ങനോ എന്റെ പ്രിയമുള്ളവരെ മുഖമെല്ലാം പ്രകാശിച്ചുകൊണ്ട് ഇസ്സത്തോടെ റാഹത്തോടെ തലയെടുപ്പോടെ കടന്നു വരുന്നതോ.
നിസ്കരിക്കുന്നവൻ പടച്ചവന്റെ പരലോകത്ത് തലയെടുപ്പോടെ കടന്നു വരും. പിന്നെ പള്ളിയിൽ ബാങ്ക് വിളിക്കണം. മുല്ലാക്ക മുഅദ്ദിൻ സാഹിബ്, എന്റെ പ്രിയപ്പെട്ടവരെ, നാളെ പരലോകത്ത് തലയെടുപ്പോടെ കടന്നു വരുമെന്ന് ആദരവാകുന്ന പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാ പറയണ ചങ്ങാതി, ഇടക്കിടക്ക് പള്ളിയിൽ ബാങ്ക് കൊടുക്കണം. ഇടക്കിടക്ക് പള്ളിയിൽ ബാങ്ക് കൊടുക്കണം. സത്യം ഇവിടുത്തെ മോദി സാഹിബ് ആരാ ബാങ്ക് കൊടുക്കണത്? നോക്കിയേ, മൂപ്പർ ഇപ്പൊ തലയൊക്കെ കൊണ്ട് ചീമാനോട് ഇരിക്കാം. പക്ഷെ പടച്ചോന്റെ പരലോകത്ത് എന്റെ പ്രിയപ്പെട്ടവരെ തലയെടുപ്പോട് നിൽക്കും. ഉസ്താദ് എത്ര ഇല്ലേ എത്ര ഇല്ലേ ബാങ്ക് വിളിക്കാൻ തുടങ്ങിയിട്ട്? എത്ര കൊല്ലേ? 13 കൊല്ലം. 13 കൊല്ലം അല്ലേ? മദ്രസയൊക്കെ പഠിപ്പിക്കുന്നുണ്ടോ? മദ്രസ ഇല്ല. ബാങ്ക് മാത്രം വിളിക്കുന്ന ഒരു ചങ്ങാതിരിക്കണം എന്നൊക്കെ ഈ ഉസ്താദ് നാളെ അള്ളാഹുവിന്റെ പരലോകത്ത് ഖത്തീബ് പോലും തലകുണിച്ചിരിക്കേണ്ടി വരും. ആശിക്കുകാരും തലകുണിച്ചിരിക്കേണ്ടി വരും. കമ്മറ്റിക്കാര് തലകുണിച്ചിരിക്കേണ്ടി വരും. പക്ഷെ പള്ളിയിൽ ഉസ്താദ് കണ്ടില്ലടപ്പാ, ഞാൻ ബാങ്ക് വിളിച്ചതുകൊണ്ട് തലയെടുപ്പോടെ നിൽക്കണമെന്ന് കണ്ടില്ലേ എന്ന് ആ ഉസ്താദിന് തൻ്റെ അടുത്തോടെ പറയാം. അള്ളാഹു ഈമാൻ നൽകട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. ഞാൻ ചോദിക്കട്ടെ, പള്ളിയിൽ ഒരു തവണയെങ്കിലും ബാങ്ക് വിളിച്ചവരുണ്ടെങ്കിൽ ഒന്ന് കൈവക്കി.